നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഞ്ചാമത്തെ വിജയം നേടി. 6 കളികളിൽ 5 വിജയം, 10 പോയിന്റുമായിട്ട് പ്ലേ ഓഫിനോട് അടുക്കുകയാണ് സഞ്ജു സാംസണും സംഘവും. ഇന്നലത്തെ കളി ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു, ലോ സ്കോറിംഗ് ത്രില്ലർ. അവസാന ഓവറിൽ ഒരു പന്ത് മാത്രം ശേഷിക്കെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കയറിയത്. PBKസിൻ്റെ എല്ലാ കളികളും അവസാന ഓവറിലേക്ക് പോവുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത് എന്നറിയില്ല എന്ന് സഞ്ജു സാംസൺ തന്നെ ഇന്നലെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് ശ്രദ്ധിക്കുക. അങ്ങനെ അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് റൺ അടിച്ചാലും റൺ അടിച്ചില്ലെങ്കിലും ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് അനായാസം വിജയിക്കാൻ പറ്റും എന്ന് തോന്നിച്ചൊരു മത്സരമായിരുന്നു. എന്നാൽ 7ാമത്തെ ഓവർ മുതൽ 15ാമത്തെ ഓവർ വരെ കംപ്ലീറ്റ്ലി റൺസ് ഒഴുക്കങ്ങ് തടഞ്ഞപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മുട്ടിടിച്ചു. ഒടുവിൽ ഷിംറോൺ ഹെറ്റ്മയറുടെ ആ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ് അവർക്ക് വിജയം കൊണ്ടു കൊടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് വരുമ്പോൾ ഷിംറോൺ ഹെറ്റ്മയർ ആണ് ഈ മത്സരത്തിലെ ഹീറോ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഇതിലിപ്പോൾ പറയേണ്ട കാര്യം, വിജയിക്കാനാകെ വേണ്ടത് 148 റൺസായിരുന്നു. 56 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ്. അത് അത്ര വേഗത്തിലുള്ളതല്ല, കോട്ടിയൻ വളരെ സ്ലോ ആയിരുന്നു, ഒക്കെ ശരിയാണ്. എങ്കിൽ പോലും സോളിഡായിട്ടുള്ളൊരു സ്റ്റാർട്ട് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വീണുപോയത് എന്ന കാര്യം കൂടി നോക്കുക. അതിനുള്ള കാരണം കാഗിസോ റബാദയാണ്. റബാദ 4 ഓവറിൽ ആകെ കൊടുത്തത് 18 റൺസായിരുന്നു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം 2 പ്രധാനപ്പെട്ട വിക്കറ്റുകളും എടുത്തു. യശസ്വി ജയ്സ്വാളിൻ്റെയും സഞ്ജു സാംസണിൻ്റെയും വിക്കറ്റ് എടുത്തതോടുകൂടിയാണ് കാര്യങ്ങൾ രാജസ്ഥാൻ റോയൽസിൻ്റെ കൈവിടുന്നു എന്ന തോന്നലുണ്ടാക്കിയത്. പിന്നെ അവസാന ഓവറിൽ ഹെറ്റ്മയറുടെ ആ ഒരു അടിയാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. പെനൽറ്റിമേറ്റ് ഓവറിൽ മികച്ച രൂപത്തിൽ സാം കരൺ ബൗൾ ചെയ്തിട്ടുണ്ട്. 2 ബൗണ്ടറി ആയി 2 പന്തുകൾ പോയെങ്കിലും അദ്ദേഹം റോമൻ പൗലിനെ പുറത്താക്കുന്നു, വീണ്ടും ഒരു വിക്കറ്റ് എടുക്കുന്നു. അങ്ങനെ മികച്ച ഓവർ അദ്ദേഹം എറിഞ്ഞു. അവസാന ഓവറിലും വേണമായിരുന്നു 10 റൺസ്. അതിൽ ആദ്യ 2 പന്തുകൾ സൂപ്പർ ഡെലിവറികളാണ് ഹർഷ്ദീപ് എറിഞ്ഞത്. 3ാമത്തെ പന്ത് അത്ര ഫുള്ളറായില്ല, ലെങ്ത് വല്ലാതെ മിസ് ചെയ്തിട്ടില്ല, എങ്കിൽ പോലും ചെറിയൊരു മിസ് വന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെറ്റ്മയർ ആഞ്ഞടിക്കുകയായിരുന്നു. അത് ജസ്റ്റ് ആ ബൗണ്ടറി കുഷനിൽ പോയി ലാൻഡ് ചെയ്ത് 6 മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഒരു അല്പം കൂടി നന്നായിരുന്നെങ്കിൽ അങ്ങനെ ആ ബോൾ എടുത്ത് അടിക്കാൻ ഹെറ്റ്മയർക്ക് കഴിയുമായിരുന്നില്ല. ഇനി ആ അടി അത്ര മികച്ചതല്ലായിരുന്നെങ്കിൽ അത് 6 ആവുമായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയത്. പക്ഷേ അത് കൃത്യമായിട്ട് 6 ആവുകയും ചെയ്തു. അടുത്ത പന്തിൽ ഒരു ഡബിൾ അടിക്കുകയും അവസാനത്തെ, അതായത് ആ 5th ബോൾ ഏറ്റവും മോശമായിട്ടുള്ള ബോളായിരുന്നു. ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ബോൾ എന്ന് പറയേണ്ടി വരും. ഒരു നീ ഹൈറ്റിലൊക്കെ വന്ന ആർക്ക് വേണമെങ്കിലും അടിക്കാം എന്ന തരത്തിൽ വന്നൊരു പന്ത്, അത് കൃത്യമായിട്ട് അടിച്ചിട്ടുകൊണ്ട് 6 പറത്തി ഹെറ്റ്മയർ തൻ്റെ ജോബ് ഭംഗിയാക്കി തീർത്തപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കയറുകയായിരുന്നു. ഏതായാലും റബാദയുടെ പ്രകടനം നമ്മളെടുത്ത് പറയണം. പവർ പ്ലേയിൽ അദ്ദേഹം 12 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതിനുശേഷം പിന്നീട് വന്നുകൊണ്ട് 2 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബാദയുടെ പ്രകടനം എന്തായാലും നമ്മളെടുത്ത് പറഞ്ഞേ പറ്റൂ. ഇവിടെ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ് വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയത്. പിന്നെ അശുതോഷ് ശർമ്മ അവസാനത്തിലടിച്ച ആ ഒരു അടിയാണ് അവരെ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. അതിൽ അശുതോഷ് ശർമ്മയുടെ ക്യാച്ച് ആവേശ് ഖാനും നമ്മുടെ സഞ്ജു സാംസണും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിൽ കൈവിട്ടുപോയി. ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കൊണ്ട് കൈവിട്ടുപോയി. ആവേശ് ഖാൻ അത് തൻ്റെ ക്യാച്ചാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം. അതിനു മുമ്പ് അദ്ദേഹം വിളിച്ച ഒരു പക്ഷേ വലിയ രൂപത്തിലുള്ള ശബ്ദ കോലാഹലത്തിനിടയ്ക്ക് സഞ്ജുവിന് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന പന്തുകൾ എപ്പോഴും കീപ്പർക്കുള്ളതാണ് എന്ന തരത്തിൽ മറ്റുള്ളവർ മാറിക്കൊടുക്കാറാണ് സാധാരണ ചെയ്യാറ്. കാരണം കീപ്പറുടെ കയ്യിൽ ഗ്ലൗ ഉണ്ട്, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് ക്യാച്ച് എടുക്കാൻ പറ്റും. എന്തായാലും ആ ആശയക്കുഴപ്പത്തിൽ വീണുപോയ ക്യാച്ച് തൊട്ടടുത്ത പന്തിൽ 6 അടിച്ചുകൊണ്ടാണ് അശുതോഷ് ശർമ്മ പ്രതികരിക്കുന്നത് നോക്കുക. അങ്ങനെയാണ് ഒരു 120 ഒതുങ്ങുമായിരുന്ന സ്കോർ കൊണ്ടുപോയി 147 എത്തിക്കാൻ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞത്. പക്ഷേ അത് അത്ര വലിയ സ്കോറായിരുന്നില്ല. തിരിച്ചുള്ള ബാറ്റിങ്ങിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ ഒന്ന് പരുങ്ങിപ്പോയി രാജസ്ഥാൻ എന്നുള്ളത് മറക്കുന്നില്ല. എന്നാൽ പോലും അതൊരു മികച്ച സ്കോറാണ് എന്ന് പറയാൻ കഴിയില്ല. ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഈ മത്സരത്തിൽ അഥർവ ടൈഡയും ജോണി ബെയർസ്റ്റോയും ചേർന്നുകൊണ്ടാണ് പഞ്ചാബിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. അതും അത്ര വേഗത്തിലുള്ള ഒരു ഓപ്പണിംഗ് ഒന്നും ആയിരുന്നില്ല. ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ 27 റൺസാണ് 4ാമത്തെ ഓവറിൽ പഞ്ചാബ് കിങ്സിൻ്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. 12 പന്തിൽ നിന്ന് 15 റൺസാണ് ടൈഡ എടുത്തത്. ജോണി ബെയർസ്റ്റോ 19 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് മടങ്ങി. പ്രഭ്സിമ്രാൻ സിംഗ് നിരാശപ്പെടുത്തി. 14 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക 10 റൺസ്. നായകൻ സാം കരൺ
സാം കർൺ എടുത്തതാവട്ടെ 6 റൺസ്. ജിതേഷ് ശർമ്മയാണ് പിന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. 24 പന്തിൽ നിന്ന് 29 റൺസ് അദ്ദേഹം എടുത്തു. എന്നാൽ കഴിഞ്ഞ കളികളിലൊക്കെ ഹീറോ ആയിട്ട് മാറിയ ശശാങ്ക് സിംഗിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സെന്നിന്റെ പന്തിൽ ജുറൽ പിടിച്ചു പുറത്താകുമ്പോൾ 9 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. ലിയാം ലിവിങ്സ്റ്റണും നല്ല രൂപത്തിൽ കളിക്കാനുള്ള ഒരു ശ്രമം നടത്തി. 14 പന്തിൽ നിന്ന് 2 4 ഒരു 6 അടക്കം അദ്ദേഹം 21 റൺസ് എടുത്തു. പക്ഷേ അദ്ദേഹത്തെ റൺഔട്ടാക്കി. കോട്ടിയൻ എറിഞ്ഞു കൊടുത്ത ത്രോ സഞ്ജു സാംസൺ സ്റ്റംപിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ആ ഒരു നീക്കം അതിമനോഹരമായിരുന്നു. ഏതായാലും ലിയാം ലിവിങ്സ്റ്റൺ റൺഔട്ടായി. അതിന് ശേഷമാണ് അശുതോഷ് ശർമ്മയുടെ ആ ഒരു വെടിക്കെട്ട് ക്യാച്ചൊക്കെ ഡ്രോപ്പായി. എങ്കിൽ പോലും അദ്ദേഹം 16 പന്തിൽ നിന്ന് ഒരു 4 3 6 അടക്കം 31 റൺസ് അടിച്ചെടുത്താണ് 147 എന്നുള്ളൊരു സ്കോറിലേക്ക് എന്തായാലും PBKസിന് എത്താൻ പറ്റിയത്. ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 22 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തു. അദ്ദേഹം ഡെത്ത് ഓവർ ബൗൾ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കുൽദീപ് സെന് 4 ഓവറിൽ 35 ഒരു വിക്കറ്റ് എടുത്തു. അപ്പോൾ ആവേശ് ഖാൻ 4 ഓവറിൽ 34 റൺസ് 2 വിക്കറ്റ് എടുത്തു. യുസി ജാഹലി 4 ഓവറിൽ 31 റൺസിന് 1 വിക്കറ്റും കേശവ് മഹാരാജ് 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റുകളുമാണ് എടുത്തത്. ഇതാണ് രാജസ്ഥാന്റെ ബൗളർമാരുടെ ഒരു പ്രകടനം. ഇനി രാജസ്ഥാന്റെ ബാറ്റർമാരുടെ പ്രകടനത്തിലേക്ക് വന്നാൽ വലിയ സ്കോർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പതുക്കെ പോകാനാണ് തീരുമാനിച്ചതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ജോസ് ബട്ട്ലർ ഇല്ല. അപ്പോൾ കോട്ടിയന് ഓപ്പണിങ്ങിൽ ഒരു അവസരം ലഭിക്കുന്നു. കോട്ടിയനും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്തെങ്കിലും കോട്ടിയൻ നല്ല മെല്ലപ്പോക്കാണ് നടത്തിയത്. 31 പന്തിൽ നിന്ന് അദ്ദേഹം 24 റൺസാണ് എടുത്തത്. അദ്ദേഹത്തിന് വിക്കറ്റ് പോകുമ്പോഴേക്കും 9ാമത്തെ ഓവറായി കഴിഞ്ഞിരുന്നു. 56 റൺസാണ് സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. ഒരു അടിത്തറയായി ഇനി വരുന്നവർക്ക് അടിക്കാം എന്ന രൂപത്തിൽ തന്നെയാണ് അപ്പോഴും കാര്യങ്ങൾ ഉള്ളത്. കാരണം വലിയൊരു സ്കോർ ഇല്ലാത്തത് കൊണ്ട് കൈവിട്ടു പോകുന്ന രൂപത്തിലൊന്നും ആയിരുന്നില്ല. എന്നാൽ പിന്നീടാണ് റബാദ പണി പറ്റിച്ചത്. യശസ്വി ജയ്സ്വാൾ 28 പന്തിൽ നിന്ന് 39 റൺസ് എടുത്തു. റബാദയുടെ പന്തിൽ പട്ടേൽ പിടിച്ച് പുറത്താകുന്നു. അതേസമയം സഞ്ജു സാംസൺ LBWയിൽ കുരുങ്ങുകയായിരുന്നു. അവിടെയും റബാദയാണ് പണി കൊടുത്തത്. 14 പന്തിൽ നിന്ന് 18 റൺസുമായിട്ട് സഞ്ജു. അദ്ദേഹം അത് റിവ്യൂ ഒക്കെ കൊടുത്ത് നോക്കിയെങ്കിലും പിന്നെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ബോൾ അത്ര ഹൈറ്റിലല്ല, താൻ എന്തായാലും ട്രാപ്പഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ റിവ്യൂയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് സഞ്ജു കയറി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ പരാഗാണല്ലോ ഇപ്പം അവരുടെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്റർ. പരാഗിന് പക്ഷേ അധികമൊന്നും ഇത്തവണ സംഭാവന ചെയ്യാൻ പറ്റിയില്ല. അർഷ്ദീപിന്റെ പന്തിൽ റബാദ പിടിച്ച് പുറത്താകുമ്പോൾ 23 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. 18 പന്തിൽ നിന്ന് ഒരു 4 ഒരു 6. ഏതായാലും ധ്രുവ് ജുറലിന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുള്ള മികവ് IPLലേക്ക് തുടരാൻ പറ്റുന്നില്ല എന്നുള്ള സംശയം വീണ്ടും ഉണ്ടാവുകയാണ്. ജുറൽ 11 പന്തിൽ നിന്ന് 6 റൺസാണ് എടുത്തത്. പട്ടേലിന്റെ പന്തിൽ ശശാങ്ക് പിടിച്ച് പുറത്തായി. പിന്നെ ഹെറ്റ്മയറും റോമൻ പവലും ചേർന്നുള്ള ആ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ തിരികെ കൊണ്ടുവരുന്നത് രാജസ്ഥാൻ റോയൽസിനെ. പവല് 11 റൺസാണ് അടിച്ചതെങ്കിലും അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതായിരുന്നു. സാം കറണിന്റെ പെനൽറ്റിമേറ്റ് ഓവറിൽ അദ്ദേഹം 2 4 അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതാണ് രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. അടുത്ത പന്തിൽ അദ്ദേഹം ഔട്ടായി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും 5 പന്തിൽ നിന്ന് 11 റൺസ് അദ്ദേഹത്തിന്റെ വക. പിന്നെ കേശവ് മഹാരാജ് സാം കറണിന്റെ പന്തിലാണ് പുറത്താകുന്നത്. സാം കറൺ ആ ഓവറിൽ തന്നെ അടുത്ത് വിക്കറ്റ് എടുക്കുകയാണ്. അത് കൃത്യമായിട്ട് അടിക്കാൻ ഇട്ട് കൊടുത്താണ്. ലിയാം ലിവിങ്സ്റ്റന്റെ കയ്യിൽ ഒതുങ്ങുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ എറിഞ്ഞ പന്താണ്. അത് ഒതുങ്ങുകയും ചെയ്തു. 2 പന്തിൽ 100 റൺസാണ് കേശവ് മഹാരാജ് എടുത്തത്. ട്രെന്റ് ബോൾട്ട് പിന്നെ കൂട്ടിനെത്തി. മറുഭാഗത്ത് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ടാണ് ഷിംറോൺ ഹെറ്റ്മയർ കളി ഫിനിഷ് ചെയ്യുന്നത്. അവസാന ഓവറിൽ ആദ്യ 2 പന്തിൽ നന്നായിട്ട് എറിഞ്ഞുകൊണ്ട് അർഷ്ദീപ് ഒന്ന് വിറപ്പിച്ചെങ്കിലും പിന്നെ തൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഹെറ്റ്മയർ ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഏതായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ബാറ്റിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സഞ്ജു പറഞ്ഞ പോലെ അതിന് മുമ്പത്തെ കളിയിൽ കാര്യങ്ങൾ നന്നായി ചെയ്തിട്ടും തോറ്റു. ഈ കളിയിൽ കുറേ മിസ്റ്റേക്ക് വരുത്തിയിട്ടും ജയിച്ചു. അതാണ് ക്രിക്കറ്റ്. ഇതൊരു ഫണ്ണി ഗെയിമാണ് എന്ന്. എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജോസ് ബട്ട്ലറും അതുപോലെ രവി അശ്വിനും ഒക്കെ വരുന്ന മത്സരങ്ങളിലേക്ക് തിരികെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അങ്ങനെയെങ്കിൽ അവരുടെ കരുത്തിന് ഒട്ടും കുറവില്ല. സന്ദീപ് സിംഗിന്റെ മടങ്ങി വരവും അധികം വൈകാതെ ഉണ്ടാവുമെന്ന് തന്നെ കരുതാം. രാജസ്ഥാൻ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഞ്ചാബ് കിങ്സിന്റെ കാര്യം എടുത്തു പറയണം. എല്ലാ കളികളും അവസാന ഓവർ വരെ കൊണ്ടെത്തിക്കുന്ന അവർ തീർച്ചയായിട്ടും മികച്ചൊരു എന്റർടൈൻമെന്റ് ആണ് ഈ IPL നൽകിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.